അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതയാമത്തിൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവാത്മാവ് നമ്മെ യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ളതായ വാക്യങ്ങളിലേക്ക് നമ്മെ നയിച്ച് ചില സന്ദേശങ്ങൾ നമ്മെ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പല പ്രാവശ്യം നമ്മൾ വായിച്ചും ഗ്രഹിച്ചിട്ടുമുള്ളതായ വചനം. അനേക സന്ദേശങ്ങൾ ഒരുപക്ഷെങ്കിൽ നാം ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി കേട്ടിട്ടുണ്ടായിരിക്കാം. യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നു: ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ, ഇതാകുന്നു വിശ്രാമം എന്ന് ദൈവം അവരോട് അരുളി ചെയ്തുവെങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് അവർ പുറമോട്ട് നടന്നു മാറി, ദൈവത്തിൽ നിന്ന് അങ്ങ് ദൂരെ മാറി. മനുഷ്യനും ദൈവവുമായിട്ടുള്ളതായ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ക്രിയേഷൻ ആകുന്നതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിൽ കൂടെ കാണിക്കുകയാണ്. പലപ്പോഴും മനുഷ്യനോട് ദൈവം സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും വിശ്രാമത്തിൻ്റെയും ഒക്കെ വഴികൾ കാണിച്ചു കൊടുക്കും. പക്ഷെങ്കിൽ മനുഷ്യൻ അതൊക്കെ പോരായ്മ പോലെ തോന്നും. ദൈവം കാണിച്ചു തരുന്ന വിശ്രാമം മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ വിശ്രമമല്ല. അവൻ്റെ ജീവിതത്തിൽ എന്തോ കുറവ് വശങ്ങൾ സംഭവിക്കുന്നത് പോലെ, അതിലൊന്നും താല്പര്യമില്ലാതെ സംതൃപ്തി അടയാതെ അവൻ്റേതായ രീതിയിൽ, മാനുഷിക രീതിയിൽ അവൻ വിശ്രാമം അന്വേഷിക്കുന്നു, അവൻ സ്വസ്ഥത അന്വേഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അന്വേഷിച്ചു പോകുന്ന ജനത്തിൻ്റെ പ്രവൃത്തിയെ ദൈവത്തിൻ്റെ ആത്മാവ് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അവിടെ അല്പം, ഇവിടെ അല്പം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം. മനുഷ്യനോട് ദൈവം ചോദ്യം ചെയ്താൽ ധാരാളം ചട്ടങ്ങൾ മനുഷ്യൻ ദൈവത്തെ പറഞ്ഞു പഠിപ്പിക്കും, ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവരെ പറഞ്ഞു പഠിപ്പിക്കും. അവരുടെ ഭാഗം തെളിയിക്കുന്നതിന് വേണ്ടി, ന്യായീകരിക്കുന്നതിന് വേണ്ടി ധാരാളം സൂത്രങ്ങൾ അവർ കൊണ്ടുവരും. അക്ഷരികമായ സൂത്രം, ആത്മീകമായ സൂത്രം. നോക്കൂ, അവിടെ 2 പ്രാവശ്യം അവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്: ചട്ടത്തിന്മേൽ ചട്ടം. വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ചട്ടത്തിന്മേൽ ചട്ടം. അതെന്താണ് ഈ 2 പ്രാവശ്യം? ഒന്ന്, വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ മാനുഷികമായ ജീവിതത്തിൽ, ഈ ലൗകിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒക്കെ നിനക്ക് ചട്ടങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ദൈവത്തോടുള്ളതായ ബന്ധത്തിലും ചട്ടങ്ങൾ നമ്മൾ തന്നെ മെനഞ്ഞുണ്ടാക്കുന്നു. ദൈവം പറഞ്ഞിട്ടില്ലാത്ത ചട്ടങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സൃഷ്ടിച്ചുണ്ടാക്കിയ ചട്ടങ്ങളെ ന്യായീകരിക്കുവാൻ നമ്മൾ സൂത്രങ്ങൾ അന്വേഷിക്കുന്നു. മനുഷ്യൻ സ്വന്തം ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും കുടുംബജീവിതത്തിലും പരസ്യ ജീവിതത്തിലുമൊക്കെ സൂത്രശാലികളായി മാറുന്നു. സൂത്രങ്ങൾ, പല പല സൂത്രങ്ങൾ. ആരും കേട്ടിട്ടില്ലാത്ത സൂത്രം മനുഷ്യനോട് ചോദിച്ചാൽ മനുഷ്യൻ കടന്നു പറയും. മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കും. ദൈവം പല പ്രാവശ്യം മനുഷ്യനോട് സംസാരിക്കുവാൻ ഇറങ്ങി വന്നു. പക്ഷെങ്കിൽ അവർ പുറമോട്ട് നടന്നതുകൊണ്ട് ദൈവം പറയുന്നത് അവർക്ക് മനസ്സിലായില്ല. അവർക്ക് ദൈവവുമായിട്ടുള്ളതായ ബന്ധം നഷ്ടപ്പെട്ടു. ദൈവം നോക്കിയപ്പോൾ അവരെ കണ്ടത് ഇവിടെ അല്പം, അവിടെ അല്പം, എവിടെയും അല്പം, അല്പാൽപ്പം. ദൈവസന്നിധിയിൽ അല്പം, അവരുടെ ജീവിതത്തിൽ അല്പം, പുറമേയുള്ള ജീവിതത്തിൽ അല്പം, ആത്മീക ജീവിതത്തിൽ അല്പം, മറ്റുള്ളവരുമായി ഇടകലരുന്നിടത്തൊക്കെയും അല്പാൽപ്പം. അവർക്ക് ഇൻപമായി തോന്നുന്ന സ്ഥാനങ്ങളിലും പാരമ്പര്യങ്ങളിലുമൊക്കെ അല്പാൽപ്പം, എവിടെയും അല്പം. തുടങ്ങിയത് ഇവിടെ അല്പമെന്നാണ് തുടങ്ങിയത്. പിന്നീട് അത് വളർന്നു. അത് വളർന്നതിന് ശേഷം അവിടെയും അല്പം. മനുഷ്യനോടുകൂടെയും മാനുഷിക രീതിയിലും ആത്മീകമായ രീതിയിലും അല്പാൽപ്പങ്ങൾ അവരുടെ ജീവിതത്തിൽ അവിടെ ഇവിടെ ആയിട്ട് സ്പർശിക്കുകയുണ്ടായി. അങ്ങനെ കടന്നു വന്നതായ ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭാഷ നഷ്ടപ്പെട്ടു. ദൈവം എങ്ങനെയാ മനുഷ്യനോട് സംസാരിക്കും? പല പ്രാവശ്യം അവനോട് വിശ്രാമത്തെക്കുറിച്ച് അവനോട് സംസാരിച്ചു. സ്വസ്ഥതയും സമാധാനമുള്ള മാർഗമേതെന്ന് മനുഷ്യനോട് ദൈവം പഠിപ്പിച്ചു കൊടുക്കുവാൻ പ്രവാചകന്മാരെ നിയമിച്ചാക്കി. മനുഷ്യനോ അത് ഗ്രഹിച്ചില്ല. മനുഷ്യൻ്റെ മുൻപിൽ അത് അസ്വസ്ഥതയായി തോന്നി. ദൈവം കൊടുക്കുന്ന സമാധാനം, ദൈവം കൊടുക്കുന്നതായ അനുഗ്രഹങ്ങളിൽ മനുഷ്യൻ അതൃപ്തരായി തീർന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് പുറമോട്ട് നടക്കുന്ന മനുഷ്യരെ ദൈവം കാണുന്നു. ഒടുവിൽ ദൈവം അവരെ രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അവരോട് സംസാരിക്കുവാൻ ദൈവം കണ്ടുപിടിച്ച ഭാഷയാണ് വിക്കി വിക്കി പറയുന്ന തരങ്ങളാലും
അന്യഭാഷകളാലും ഞാൻ അവരോട് ഇനിയും സംസാരിക്കും. ആർക്കത് മനസ്സിലാക്കുവാൻ കഴിയും? ദൈവം വിക്കി വിക്കി പറയുന്ന അധരങ്ങളെ കൊണ്ടും അന്യഭാഷയെ കൊണ്ടും സംസാരിച്ചുവെങ്കിൽ ദൈവത്തിന് തന്നെ ഒരു ബോധ്യമായി ഇനിയും ഈ ജനത്തോട് അവരുടേതായ ഭാഷയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല, അവരുടേതായ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അന്യഭാഷയിൽ അവരോട് സംസാരിക്കും. നാം അന്യഭാഷ എന്ന് കേൾക്കുന്നത് ഇന്ന് സഭാതലങ്ങളിലൊക്കെ കേൾക്കുന്ന അന്യഭാഷയല്ല, ദൈവം സംസാരിക്കുന്ന ഭാഷ, മനുഷ്യന് അന്യമായ ഭാഷ. ആ അന്യമായ ഭാഷയിൽ കൂടെ ദൈവം ചില കോഡുകൾ സൃഷ്ടിച്ചു. ശുദ്ധിയുള്ളവൻ അല്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്നവൻ, അവനെ അന്വേഷിക്കുന്നവർ ആ ഭാഷയെ മനസ്സിലാക്കുവാൻ തുടങ്ങി. ദൈവം അവരോട് കൽപ്പിക്കുന്നതായ കൽപ്പനകളുടെ അർത്ഥശകലങ്ങൾ മനുഷ്യബുദ്ധിയിലേക്ക് കടന്നു വരാൻ ആത്മീകമായ ത്രാണി മനുഷ്യൻ ഏവനിൽ അത് ക്രിയ ചെയ്തുവോ അവർ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ഇതാ ഒരു ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. അവിശ്വാസമുള്ള ഒരു തലമുറയെ കണ്ടുകൊണ്ട് ദൈവം വിശ്വസിക്കുന്നവർ ഓടിപ്പോകാത്തതായ ഒരു അടിസ്ഥാനത്തെ ദൈവം അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് കാണിക്കുകയാണ്. ആരാണ് ആ അടിസ്ഥാനം? ക്രിസ്തുയേശു എന്ന മൂലക്കല്ല് അവരുടെ മുൻപിൽ ഇട്ടുകൊണ്ട് അവരെ അതിന്മൂലം പണിതെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് താല്പര്യപ്പെടുന്നു. അങ്ങനെ അവരോട് സംസാരിക്കുവാൻ, ദൈവത്തിൻ്റെ സമാധാനത്തെ അവരോട് അറിയിക്കുവാൻ, അവരോട് വിക്കി വിക്കി പറയുന്ന അധരങ്ങളെ കൊണ്ട് ദൈവം ഒരു ഭാഷ സൃഷ്ടിച്ചു. ദൈവം അവർക്ക് വേണ്ടി ചില ജ്ഞാനങ്ങൾ കൊണ്ടുവന്നു. ആ ആത്മീകമായ വീക്ഷണത്തോടുകൂടി ഏവൻ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കപ്പെട്ടുവോ അവനും ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഭാഷയിൽ അന്യഭാഷയെന്നും വിക്കി വിക്കി പറയുന്ന അധരങ്ങളും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സഭാതലങ്ങളിലും ആരാധന തലങ്ങളിലും ഓരോ തലമുറകളും ഓരോ രാജ്യക്കാരും ഓരോ സഭകളുമൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചായിരിക്കാം നമ്മൾ വിചാരിക്കുക. അതല്ല ദൈവം പറയുന്നത്. മനുഷ്യനോട് ആത്മീക കാര്യങ്ങൾ സംസാരിക്കുവാൻ ദൈവം കണ്ടുപിടിച്ച ഭാഷ, ആർക്കും മനസ്സിലാകാത്ത ഭാഷ, ശത്രുക്കൾക്ക് മനസ്സിലാകാത്ത ഭാഷ, പാമ്പിന് മനസ്സിലാകാത്ത ഭാഷ, സർപ്പങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷ, മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും മനസ്സിലാകാത്ത ഭാഷ, വിക്കി വിക്കി പറയുന്ന അധരങ്ങൾ. അതിനു മുമ്പ് അവരുടേതായ ഭാഷയിൽ ദൈവം അവരോട് സംസാരിച്ചപ്പോൾ പിശാച് അത് കേട്ടു. ഈ വൃക്ഷഫലം നീ ഭക്ഷിക്കരുത് എന്ന് ആദമിനോടും ഹവ്വയോടും അവരുടെ ബുദ്ധിക്ക് തെളിവായി മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം സംസാരിച്ചപ്പോൾ അത് പാമ്പ് കേട്ടു. ഒടുവിൽ പാമ്പ് കേൾക്കാത്തൊരു ഭാഷ ദൈവം കണ്ടുപിടിച്ചു. അതിനാണ് വിക്കി വിക്കി പറയുന്ന അധരങ്ങൾ, വിശ്രാമത്തിൻ്റെ ഭാഷ, സ്വസ്ഥതയുടെ ഭാഷ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരുപക്ഷെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് പുറമോട്ട് നടന്ന ഒരു കൂട്ടം ജനങ്ങളായിരിക്കാം. ഇല്ലായെങ്കിൽ ദൈവം നമുക്ക് സ്വസ്ഥതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തൊരു വിഭാഗമായി ഇരുട്ടത്ത് തപ്പിയുന്നതായ, അല്ലെങ്കിൽ എവിടെ സമാധാനം കിട്ടുമെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാതെ കൂരിരുട്ടത്ത് തപ്പുന്നതായ അന്ധന്മാരെ പോലെ നമ്മളായിരുന്നേക്കാം. പക്ഷെങ്കിൽ അങ്ങനെയുള്ളവരെ കർത്താവ് വിളിക്കുകയാണ്, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള ഒരു അടിസ്ഥാനം ഇടുന്നു, ഈ കല്ലിന്മേൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. അവനോട് ഞാൻ സംസാരിക്കുന്ന ഭാഷ അവന് മനസ്സിലാകും. അവൻ്റെ സ്വസ്ഥതയ്ക്കും അവൻ്റെ സമാധാനത്തിനുമുള്ളതായ വഴികളെക്കുറിച്ച്, അവൻ്റെ കഷ്ടങ്ങളെക്കുറിച്ച് എങ്ങനെ തരണം ചെയ്യാമെന്ന് ഞാൻ അവനോട് സംസാരിക്കും. അതവന് മനസ്സിലാകും. അവൻ എൻ്റെ അടുത്ത് വരും, ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് വീണ്ടും ത്വരിതപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തി സ്വതന്ത്രമാക്കുവാൻ കഴിയുകയുള്ളൂ. ഈ പ്രഭാതത്തിൽ കർത്താവ് തന്നെ മൂലക്കല്ലായി ആ മൂലക്കല്ലിനെ നമ്മുടെ മുൻപിൽ ഇട്ട് കാണിക്കുകയാണ്. ഇതാ നമ്മോട് വിളിച്ചു പറയുകയാണ്, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള ഒരു അടിസ്ഥാനം. ആ അടിസ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കയില്ല, പുറമോട്ടോ വശങ്ങളിലേക്കോ മാറാതെ ഇട്ട സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. അവനെ സ്ഥാപിച്ചെടുത്ത് തന്നെ, അവനെ നട്ടെടുത്ത് തന്നെ അവൻ വർദ്ധിച്ചു വരുന്ന ജനമായിത്തീരുന്നു. അവൻ വിശ്വസിക്കുന്ന ജനമായിത്തീരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകാതെ
അവനെ സൂക്ഷിക്കുവാൻ ഒരു ദൂതവലയം അവന് കൊടുക്കുന്നു. ശത്രുക്കൾ അവന് മുൻപിൽ വരുമ്പോൾ അവൻ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ അവർക്ക് മനസ്സിലാവുകയില്ല. ദൈവവും അവനുമായിട്ടൊരു പുതിയ ഭാഷയിൽ, ഒരു പുതിയ കോഡ് ഭാഷയിൽ അവർ സംസാരിക്കുന്നു. ദൈവസ്നേഹത്തെ പങ്കിടുന്നു. ദൈവം കൊടുക്കുന്ന സമാധാനത്തിൽ സംതൃപ്തരാകുന്നു. ദൈവം കൊടുക്കുന്ന നന്മകൾ അവന് മതിയെന്ന് ദൈവത്തോട് പറയുന്നു. അങ്ങനെയുള്ള ഒരു ജനത്തെ പടുത്തുയർത്തുന്ന സർവശക്തൻ്റെ മഹത്വത്തെ ഈ പ്രഭാതത്തിൽ കാണുവാൻ തക്കണം. നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ വചനം വീണ്ടും പറയുകയാണ്, ഇതാ സമാധാനം, ഇതാ വിശ്രാമം എന്ന് ദൈവം നിന്നോട് പലപ്പോഴും പറഞ്ഞപ്പോഴും നിനക്കത് മനസ്സിലാകാതെ, ദൈവത്തിൻ്റെ ആ ഭാഷ നിനക്ക് മനസ്സിലാകാതെ ദൈവവും നീയുമായിട്ടുള്ളതായ ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പുറമോട്ട് പോയിരുന്നതായ ഒരു കാലത്തിൽ നിന്ന് ദൈവം നിന്നെ വിളിക്കുകയാണ്. ഇതാ കടന്നു വരൂ, മുൻപോട്ട് വരൂ, ഇതാ ഞാൻ സിയോനിൽ ഒരു അടിസ്ഥാനം ഇടുന്നു. ആ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഒരു ഭാഗ്യമകരമായ ഒരവസ്ഥ നിനക്കും നിൻ്റെ തലമുറകൾക്കും ഈ നാളുകളിൽ ദൈവം തരുമാറാകട്ടെ. ദൈവം നിന്നോട് സംസാരിക്കുന്ന ഭാഷകളെയും സന്ദേശങ്ങളെയും മനസ്സിലാക്കുവാനുള്ളതായ ഒരു വിശാല ഹൃദയം നിൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഭവനത്തിൽ കൊണ്ടുവരുവാൻ അത് സാധ്യമായി തീരും. ഗോഡ് ബ്ലെസ് യു.